എല്ലാവർക്കും സ്പെഷ്യൽ ക്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണിയാണ്, മഷ്റൂം ബിരിയാണി. ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഒരു പിടി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പിടി വലിയ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കഷ്ണങ്ങളാക്കിയത്, ഒരു പിടി കറിവേപ്പില, ഒരു പിടി പുതിനയില. ഇതെല്ലാം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മതി. ഒരു കുക്കർ എടുത്തിട്ട് വെച്ച് കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുത്ത് 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, ഒരു ബേ ലീഫ്, ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുന്ന സമയത്ത് 1.5 കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അരി കഴുകി 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം ഊറ്റി ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുത്ത് ഒരു 2 സെക്കൻഡ് അരി ഇളക്കി കൊടുക്കണം. അരി ഇളക്കി കൊടുത്ത ശേഷം 1.5 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെള്ളത്തിൽ ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളത്തിന് ഉപ്പുണ്ടാവണം, എന്നാലേ അരിക്ക് ഉപ്പുണ്ടാവുള്ളൂ. ചോറ് വെന്ത് കഴിയുമ്പോൾ ചോറിന് ഉപ്പുണ്ടാവണമെങ്കിൽ ഉപ്പിട്ട് ഇളക്കി കൊടുത്ത് വെള്ളത്തിൽ ഒരു ഉപ്പ് ലേശം മുന്നിൽ നിൽക്കുന്ന വിധത്തിൽ ഉപ്പുണ്ടാവണം. ഉപ്പ് നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് അടച്ച് ഒരു വിസിൽ വരുമ്പം ഓഫ് ചെയ്യണം. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് കുറച്ച് തണുത്തതിന് ശേഷം തുറന്നാൽ പാകത്തിന് വെന്ത് കിട്ടും, ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ബേ ലീഫ്, 2 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2 വലിയ സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, നേരിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണെല്ലാം മാറി സവാളയെല്ലാം ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. സവാള ഒന്ന് വാടി വരാൻ വേണ്ടി ഇതുപോലെ ഒന്ന് തീ കുറച്ച് വെച്ച് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഒരു പാക്കറ്റ് കൂണ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, അത് വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് നല്ലപോലെ തിരുമ്പിയെടുക്കണം. ഈ കൂൺ വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതിരുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. കൂണിലേക്കെല്ലാം പിടിക്കുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് എണ്ണയിലേക്ക് കൂണിട്ട് കൊടുക്കണം. കൂണിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും, ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്, ഇത്രയും കൊണ്ടുപോയി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി വഴറ്റാൻ വെച്ച ഉള്ളി നല്ലപോലെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്, പച്ചമണെല്ലാം മാറി റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പിരിയമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇനി ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടച്ച് വെച്ചുകൊണ്ട് തന്നെ ഉള്ളി പെട്ടെന്ന് നല്ലപോലെ വാടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ പഴുത്ത 2 തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തക്കാളിയെല്ലാം വാടി കിട്ടും. ഇനി ഇതിലേക്ക് ഫ്രൈ ആക്കിയ എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത്
1 ടീസ്പൂൺ തൈരും ചേർത്ത് ഒന്നിളക്കി കൊടുത്ത് കുറച്ച് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വറ്റി വരണം. ഈ വെള്ളം ഒന്ന് വറ്റി വരണം. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കൂണും ചേർത്ത് ഒന്നിളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി ഈ മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നിരത്തി. ഇനി നമ്മുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ചോറ് ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് തണുക്കാൻ വെച്ചിരുന്നു. ഇതാ പാകത്തിന് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇനി ചോറ് ഒരു ലെയർ ചോറ് മേലെ ഇട്ട് കൊടുക്കണം. അതിന് മുകളിലായിട്ട് ബാക്കി എടുത്ത് വെച്ച മസാലയും നിരത്തി കൊടുത്ത് മുകളിൽ കുറച്ച് ബാക്കിയുള്ള ചോറും കൂടെ നിരത്തിയതിന് ശേഷം മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റിയ സവാളയും ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ നെയ്യ് മേലെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് സിമ്മിൽ 1 മിനിറ്റ് വെച്ചാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. കൂൺ ബിരിയാണി റെഡിയായി. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് നല്ല രുചിയുള്ള കൂൺ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു മിനിറ്റ് എടുക്കാം.